അപ്പോൾ അങ്ങനെ നമ്മുടെ വാക്കിംഗ് ചലഞ്ചിൻ്റെ 31ാമത്തെ ദിവസമായി. ഇന്ന് തൽക്കാലം നമ്മൾ യാത്ര തുടരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എറണാകുളം പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഒരു ഓഡീഷൻ ഉണ്ട്. ആ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ നോബഡിയുടെ ഓഡീഷനാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എറണാകുളം പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തേക്കുവാണ്. നാളെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇന്നലെ അടിമാലിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ സമയം 11:30 ആയിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് രാവിലെ റെഡിയായി. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇറങ്ങുവാണ്. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് കാക്കനാട് എത്തണം. എപ്പോൾ എത്തുമെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ കോതമംഗലം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുവാണേ. നമുക്കിനി ഇവിടുന്ന് നേരെ എറണാകുളം എത്തണം. എറണാകുളം എത്തിയാൽ മാത്രം പോരാ, അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ സ്പോട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ കൂടെ നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഓഡീഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ ഹോപ്പൊന്നുമില്ല. കാരണം നമ്മൾ ഹോപ്പ് വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവസാനം ശോകമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് പാർട്ടിസിപ്പേഷൻ ഈസ് എവറിത്തിങ് എന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് ഞാനങ്ങ് പോവുകയാണ്. നമ്മളങ്ങനെ ഏകദേശം ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തുള്ള സൺറൈസ് ഹോസ്പിറ്റലാട്ടോ നമ്മുടെ ലൊക്കേഷൻ വന്നിരിക്കണേ. വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. കാരണം ഞാൻ അത്രയും ദൂരം നിന്ന് ട്രാവൽ ചെയ്തവനല്ലേ. അപ്പം ഞാൻ ഓർത്ത് ആൾക്കാരൊന്നും കാണില്ലോ, പരിപാടിയൊക്കെ തീർന്നോ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് പരിപാടി തീരാൻ പോയിട്ട് തുടങ്ങിയിട്ട് പോലില്ല. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് നമ്മുടെ ലൊക്കേഷനിൽ നിറച്ച് കാറും ബൈക്കുമാണ്. ഇത് മൊത്തം അവിടെ നമുക്ക് ഓഡീഷനായിട്ട് വന്ന ആൾക്കാരുടെ വണ്ടിയാണ്. ഞാൻ വിചാരിച്ച പോലെ വല്ല 100-200 ആൾക്കാരൊന്നും അല്ല വന്നത്. 10, 500, 600, 700, 800 ആൾക്കാർ മേളിലെങ്ങാണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇതൊരു ക്യൂ ആണ്. പക്ഷെ നമുക്കിത് ക്യൂ ആണെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. ആ ഫ്രണ്ടിൽ ഒരു പുള്ളിക്കാരൻ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി നമുക്കൊരു ഫോമൊക്കെ തരും. അപ്പം നമ്മൾ ക്യൂ നിന്ന് ആ ഫോമൊക്കെ മേടിച്ച് ഫുള്ള് ഫില്ലാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇത് 2 ക്യൂ ആയിട്ടാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ ഫോം മേടിക്കാനായിട്ട്, രണ്ടാമത്തത് ഫില്ല് ചെയ്ത ഫോം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫോം. ഇതിൽ എൻ്റെ നമ്പർ 552-ാമത്തെയാണ്. ഇതിനകത്ത് കുറേ നമ്മുടെ ആക്ടിങ് സ്കില്ല്, പേര്, മേൽവിലാസം, അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുക്കണം ഫില്ല് ചെയ്ത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ വന്നാണെങ്കിലും നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ നമ്പർ 552. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മളൊരു ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് വെറുതെ സമയങ്ങളുണ്ടല്ലോ എന്നോർത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഇവിടെ ഒറ്റ കട പോലും ഇല്ല. ഫുള്ള് കാറിൻ്റെ ഷോറൂമും IT കമ്പനിയും ഒക്കെ ആയിട്ട് ഇനി കട അന്വേഷിച്ച് പോവുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ എൻ്റെ നമ്പർ വിളിച്ചോണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ നമ്പർ വിളിക്കാൻ പോയിട്ട് അതിൻ്റെ അയലത്ത് പോലും എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മുടെ നമ്പർ ആകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള ഒരു 5 പേരെ വെച്ചിട്ട് നമ്മൾ ടീമാക്കും. എന്നിട്ട് ഒരു സ്പോട്ടിൽ നമുക്കൊരു സ്കിറ്റ് തരും. നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അത് അപ്പം തന്നെ അഭിനയിച്ച് കാണിക്കണം. 3 ജഡ്ജസ് ഉണ്ട് അവിടെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ 3 സ്റ്റില്ലും പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്ന് ഞാൻ കാസർഗോഡ് നിന്ന് എറണാകുളം എത്തിയെന്ന്. ഇപ്പം എൻ്റെ കസിൻ എന്നെ കാണാൻ വേണ്ടി കാതങ്ങൾ താണ്ടി ഓടി വന്നതാണ്. പിന്നെ അവൻ വന്നുകൊണ്ട് അത്രയും തിരക്കിനിടയ്ക്ക് ഒരു കമ്പനിയായി. വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നമ്പർ വിളിച്ചിട്ടുണ്ട്. 122-ാമത്തെ ടീമാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞത് തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അവർ അറിയിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് നോ പ്രോബ്ലം. കാരണം നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് തീർന്നു. ബാക്കി നാളെ.